നമസ്കാരം. നമ്മുടെ ഫൗണ്ടേഷൻ ഡിസംബർ 2023 എക്സാമിനേഷൻ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഡിസംബർ എക്സാമിനേഷൻ നമ്മുടെ പ്രീവിയസ് സിലബസ് അല്ലെങ്കിൽ ഓൾഡ് സിലബസിൽ നടന്ന ലാസ്റ്റ് എക്സാമിനേഷൻ ആയിരുന്നു. ഇനി വരാൻ പോകുന്ന എല്ലാ ഫൗണ്ടേഷൻ എക്സാമിനേഷൻസും പുതിയ സിലബസിലുള്ള എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻപത്തെ കോഴ്സ് രജിസ്റ്റർ ചെയ്ത് എന്നാൽ പിന്നീട് എക്സാം എഴുതാൻ കഴിയാതെ ഇനി പുതിയ സിലബസിൽ എഴുതേണ്ടി വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതേപോലെ തന്നെ മുൻപ് രജിസ്റ്റർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, എന്നാൽ ആ സമയത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി പുതിയ സിലബസിൽ എഴുതേണ്ടി വന്നവരുണ്ട്. ഈ മൂന്നാമത്തെ വിഭാഗം ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അഥവാ ഞങ്ങളുടെ റിസൾട്ട് നിർഭാഗ്യവശാൽ നെഗറ്റീവായി പോയാൽ ഞങ്ങൾ പുതിയ സിലബസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും ചേഞ്ചസ് വരിക. അപ്പം അത് ഒരു അനാവശ്യ ടെൻഷനാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുക. കാരണം റിസൾട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അൺസേർട്ടൈൻ ആണ്. നമ്മൾ പലരും നമ്മളെ വളരെ ഹാർഡായിരുന്നു, എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്ന കുട്ടികൾക്ക് പലപ്പോഴും നമ്മൾ നല്ല മാർക്ക് കിട്ടി പാസ്സാവുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള എല്ലാ ടെൻഷൻസും ഒഴിവാക്കുക. ഇനി ഇത്രയും നാളെ നമ്മൾ പഠിച്ചു, അപ്പോൾ പഠിച്ചതിൻ്റെയൊക്കെ നല്ല ക്ഷീണങ്ങൾ ഇനി ഉണ്ടാവും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുക, അതേപോലെ തന്നെ യാത്രകൾ ചെയ്യുക, നമ്മളെ ബന്ധുവീടുകളിലൊക്കെ പോയി ഒന്ന് റിലാക്സ്ഡ് ആവുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട കാര്യം. ഓൾറെഡി നമ്മളിപ്പോൾ കുറച്ച് ദിവസം എക്സാം സ്ട്രെസ്സിലായിരുന്നു. അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ആലോചിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറ്റും. ഇപ്പോൾ തൽക്കാലം റിസൾട്ടിനെ കുറിച്ചൊന്നും ആലോചിച്ച് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. മുൻപ് ഈ വീഡിയോ എന്തുകൊണ്ട് കുറച്ചുകൂടി മുൻപ് ചെയ്യണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ എക്സാം കഴിയാൻ വേണ്ടി ആക്ച്വലി വെയിറ്റ് ചെയ്യായിരുന്നു. കുറെ നാളുകളായിട്ട് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഫൗണ്ടേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരാന്നുള്ളത്. അപ്പൊ ആ ഒരു ഒറ്റ ഇൻഫർമേഷൻ തരിക എന്നുള്ളത് മാത്രമാണ് ഞാനിതിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ എന്തൊക്കെയാണ് പഴയ ഫൗണ്ടേഷനിൽ നിന്ന് പുതിയ ഫൗണ്ടേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ? ശരിക്കും ഒരു മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ പറയുന്ന മാർക്സ് ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ 400 എന്നുള്ളത് അതേപോലെ തന്നെ ആയിരിക്കും ന്യൂ സിലബസിലേക്ക് വരുമ്പോഴും ഇതേ 400 മാർക്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. വലിയ ചേഞ്ചസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. പിന്നെ എക്സാമിനേഷൻ ആണ്. മുൻപ് നമ്മളുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് പൊതുവെ മെയ്യിലും നവംബറിലുമായിരുന്നു നമ്മുടെ എക്സാമിനേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്ത് പോന്നിരുന്നത്. പക്ഷെ ലാസ്റ്റ് കുറച്ചായിട്ട് ജൂണിലും ഡിസംബറിലൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ലിറ്ററലി അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയ ഫൗണ്ടേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇനി മുതലുള്ള എല്ലാ ഫൗണ്ടേഷൻ എക്സാമിനേഷൻസും അവര് ജൂണും ഡിസംബറും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ജൂണിലും ഡിസംബറിലും ആയിരിക്കും നമ്മുടെ പുതിയ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ നടക്കുന്നുണ്ടാവുക. അതിൽ 4 സബ്ജക്റ്റുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പുറത്തും 4 സബ്ജക്റ്റ് ഒക്കെ തന്നെയാണ്. നമുക്ക് സാധാരണ രീതി പറയുന്ന പോലെ തന്നെ സബ്ജക്ട് വൈസ് 40%, അതേപോലെ തന്നെ അഗ്രഗേറ്റ് 50% തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, വാങ്ങേണ്ടതായിട്ടുള്ളത്. അതൊക്കെ എല്ലാം നോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ അതിനകത്തൊരു പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയുന്നത് സബ്ജക്റ്റിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ പേപ്പേഴ്സിലും സംഭവിച്ച വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്കറിയാം പേപ്പർ 1 അക്കൗണ്ടിങ് ആണ്. ഞാൻ അക്കൗണ്ടിങ് ഫാക്കൽറ്റി അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ട് സ്റ്റുഡൻസിന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എല്ലാ സബ്ജക്റ്റും വെറുതെ ഒന്ന് സിലബസ് മാത്രം എടുത്തിട്ട് ഒന്ന് പറയുകയാണ് ചാപ്റ്റർ വൈസ്. പേപ്പർ 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ ചാപ്റ്റേഴ്സും തന്നെ ഏകദേശമൊക്കെ ഇപ്പുറത്ത് ഉണ്ടെന്നുള്ള രീതി തന്നെയാണ്. പക്ഷെ ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പഴയ സിലബസിൽ ഉണ്ടായിരുന്നു നമ്മുടെ അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇപ്പുറത്തുനിന്ന് ഇപ്പൊ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. അതായത് ഡിലീറ്റഡ് ആണ് ഈ ഒരു ഭാഗം പുതിയ സിലബസിലേക്ക് വരുമ്പോൾ. കൺസൈൻമെന്റ്സിന്റെ ഭാഗം, അതേപോലെ സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ അപ്രൂവൽ ആൻഡ് റിട്ടേൺ എന്ന് പറയുന്ന ഭാഗം എന്തില്ല, പുതിയ സിലബസിൽ നമുക്ക് പഠിക്കാനില്ലാത്തതായിട്ടാണ് സിലബസിൽ കാണുന്നത്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് ഡ്യൂറേറ്റ്, ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്ത് പോയിട്ടുണ്ട്, ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്ത് പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ചിലേക്ക് വരുമ്പോൾ
പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിനകത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. അതായത് മുൻപ് നമുക്ക് ഡെത്ത് വരെയാണ് പഠിക്കാനുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ ഡിസൊല്യൂഷനും അതേപോലെ തന്നെ പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷനും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അതൊരു ഇന്റർമീഡിയറ്റ് ടോപ്പിക്കാണ്, അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ അക്കൗണ്ടിങ്ങിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് കമ്പനി അക്കൗണ്ട്സിലാണ് കുറച്ചും കൂടിയും കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്. മുൻപ് ഉണ്ടായതിനേക്കാളും വളരെ കുറച്ചും കൂടി ടോപ്പിക്സ് അതിനകത്ത് കൂടിയിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർസിന്റെ ഭാഗം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ ഒക്കെ നമുക്ക് ഇപ്രാവശ്യം കൂടുതലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു കംപ്ലീറ്റ് ഒരു ചാപ്റ്റർ തന്നെ കൂടുതൽ വന്നിട്ടുള്ളത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. അതും കംപ്ലീറ്റ് ആയിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും ചേഞ്ചസ് ആണ് നമുക്ക് അക്കൗണ്ടൻസിയിൽ ഉണ്ടായി എന്ന് പറയാനായിട്ട് പറ്റുക. പിന്നെ നമുക്ക് വരുന്നത് മെയിനായിട്ട് നമ്മുടെ സബ്ജക്റ്റ് ആണ്, എൻ്റെ സബ്ജക്റ്റ്, ദാറ്റ് ഈസ് ലോ. ലോന്റെ കേസിൽ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് BCR പോയി എന്നുള്ളതാണ്. കാരണം മുൻപ് നമുക്കറിയാം പഴയ സിലബസിൽ ബിസിനസ് ലോ ആൻഡ് BCR എന്ന് പറയുന്നതായിരുന്നു. 60 മാർക്സ് ലോയും അതേപോലെ തന്നെ BCR 40 മാർക്സും ആയിരുന്നു. ഇപ്പൊ BCR കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യാൻസലായി. ലോ 60 മാർക്സ് എന്നുള്ളത് 100 മാർക്കായിട്ട് മാറി എന്നുള്ളതാണ്. നമുക്കറിയാം അത് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ളത്. കാരണം BCR നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് ആണ്, ഒരിക്കലും സംശയമുള്ള ഒരു കാര്യമില്ല. BCR ഉറപ്പായിട്ട് നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് ആണ്. കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു +2 കഴിഞ്ഞ് വരുന്ന കുട്ടിയുടെ ഒരു ലാംഗ്വേജ് സ്കില്ല് നമുക്കൊക്കെ ശരിക്കും നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. ശരിക്കും ബിസിനസ് ലോന്റെ കൂടെ BCR ഉണ്ടാവുന്നു. അപ്പൊ ലാംഗ്വേജിലായിരുന്നു കുട്ടികൾക്ക് പലപ്പോഴും പ്രശ്നം ഫീൽ ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്നലെ എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളും പലരും ചിലർ BCR കോൺസെൻട്രേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് റിസ്ക് ആണ്. കാരണം ആഫ്റ്റർ ഓൾ നിങ്ങളുടെ മാർക്ക് വരുന്നത് ലോന്റെ മാർക്കായിട്ടായിരിക്കും. പക്ഷെ ഇനിയുള്ള പുതിയ സിലബസിൽ നമുക്കുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗം മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് 100 മാർക്സിലേക്ക് ലോ വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നുള്ളതല്ല, ഒരു കംപ്ലീറ്റ്ലി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന സമയത്ത്, മാർക്കിന്റെ ബേസിൽ പറയുന്ന സമയത്ത് ലോന്റെ കേസിൽ അത് വലിയൊരു ഹെൽപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കപ്പോൾ ലോ തന്നെയാണ് കൂടുതലായിട്ട് എഴുതി മാർക്ക് മേടിക്കാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ സിലബസ് വൈസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കൂടിയിട്ടുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് മുൻപ് നമുക്ക് സ്പെഷ്യൽ കോൺട്രാക്ട് ഉണ്ടായിരുന്നില്ല, അത് ഇന്റർമീഡിയറ്റിലായിരുന്നു. അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, എന്താണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് എന്നുള്ള ഭാഗം വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. പിന്നെ വന്നിട്ടുള്ളത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അതുപോലെ തന്നെ പോകുന്നുണ്ട്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അതേപോലെ തന്നെ പോകുന്നുണ്ട്. LLPയിൽ ശകലം ഒരു ചേഞ്ച് ഉണ്ട്, പക്ഷെ അതേപോലെ തന്നെ നമുക്ക് ഏകദേശം പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് കമ്പനീസ് ആക്ടും ഏകദേശം അതുപോലൊക്കെ തന്നെ പഠിക്കാനുണ്ട്. പിന്നെ കൂടിയതായിട്ട് 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കൂടുതലുള്ളത്. ഒന്ന് ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഭാഗമുണ്ട്, പക്ഷെ അത് 0 മുതൽ 5 മാർക്ക് വരെയാണ് അതിന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അതിൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. മാക്സിമം 5 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അത് വളരെ ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് നമുക്ക് ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ നിയമങ്ങൾ വരിക, പിന്നെ മെയിൻ ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്താണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്താണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഞാനൊക്കെ ക്ലാസ്സിൽ ലോ പഠിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ പാർലമെന്റിനെ കുറിച്ചും അതേപോലെ തന്നെ കമ്പനീസ് ആയിട്ട് തുടങ്ങുന്നതിന് മുൻപ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിനെ കുറിച്ചും രജിസ്ട്രാറിനെ കുറിച്ചിട്ടൊക്കെ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും അതൊന്നും നമുക്ക് പഠിക്കാനില്ലെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതി പറയുന്നതാണ്. ശരിക്കും അതിപ്പോ ഒരു ചാപ്റ്റർ ആയിട്ട് വന്നെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അതിനാകെ 5 മാർക്കിന്റെ ചോദ്യമാണ് അതിന് വരിക. അതൊരു വലിയ വെല്ലുവിളിയായിട്ടൊന്നും നമ്മളാരും കാണേണ്ടതില്ല. പിന്നെ വരുന്നത് നെഗോഷ്യബിൾ ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നമുക്കിവിടെ കൂടുതൽ വന്നിട്ടുണ്ട്. അതും ഏകദേശം ഒരു 10 to 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അത് ഇന്റർമീഡിയറ്റിൽ നിന്ന് വന്നതാണ്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു 2 ചാപ്റ്റർ ആണ് മെയിൻ ആയിട്ട് കൂടിയത്. പിന്നെ സ്പെഷ്യൽ മറ്റേ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ കൂടെ സ്പെഷ്യൽ കോൺട്രാക്ട് കൂടി. പക്ഷെ ഇതൊരു വലിയൊരു ചേഞ്ച് ആയിട്ട് നമ്മൾ കാണരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ BCR കൊടുത്തിട്ടാണ് ഇതിന് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വന്നു എന്നുള്ളത് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇതിനകത്ത് എനിക്ക് വലിയൊരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നില്ല. കാരണം നെഗോഷ്യബിൾ ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ക്ലാസ് കൊടുക്കുമ്പോൾ ചെറിയൊരു ബോറടിയൊക്കെ ഉണ്ടാവുന്നല്ലാതെ, കാരണം അത്ര നമുക്ക് വലിയൊരു എക്സാമ്പിൾസോ അല്ലെങ്കിൽ കഥകളോ പറയാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ചെക്ക്, പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെയാണ് അതിനകത്ത് വരിക. അപ്പൊ അത് ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ടെക്നിക്കലായിട്ട് കേൾക്കുന്ന പോലത്തെ ഒരു ഫീല് വരും. കുറെ ടെക്നിക്കൽ നെയിം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ BCR കൊടുത്തിട്ട് വാങ്ങിയെന്ന് പറയുമ്പോൾ അത് ശരിക്കും നല്ലൊരു ലാഭമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വലിയ പ്രശ്നമുള്ളതല്ല. പിന്നെ ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. സ്പെഷ്യൽ കോൺട്രാക്ട് നല്ല രസകരമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അതിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ മാത്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എല്ലാ ഫാക്കൽറ്റീസായിട്ട് വെറുതെ ഒന്ന് സംസാരിച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറ്റു സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ പറയുന്നത്. കാരണം എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എല്ലാത്തിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറയാമെന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ മാത്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത്
ചാപ്റ്റേഴ്സ് എല്ലാം മാത്സിൽ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ചെറിയൊരു ചേഞ്ച് മാത്രമാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഈ മെട്രിസസ് ഒക്കെ ഓൾറെഡി മുൻപേ ഡിലീറ്റഡ് ആയി പോയ ടോപ്പിക്കാണ്. അത് ഇപ്പൊ കഴിഞ്ഞ എക്സാമിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഭാഗം മാത്സിൽ കൂടിയിട്ടുണ്ട്. ബേസിക്സ് ഓഫ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ട്. ഒരു ചെറിയ ഭാഗം കൂടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഫാക്കൽറ്റീസിനോടൊക്കെ ചോദിച്ചപ്പോൾ 2 മാർക്കിനെ കൂടുതൽ സ്കോപ്പ് അതിനകത്തുനിന്നുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ സിലോജിസം ഓൾറെഡി പഴയ മുൻപേ തന്നെ ക്യാൻസൽ ആയി പോയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ലോജിക്കൽ റീസണിങ് അതുപോലെ തന്നെയുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അത് മുൻപ് ഉണ്ടായിട്ടില്ല. സാമ്പിളിംഗ് പുതിയതായിട്ട് വന്നൊരു ടോപ്പിക്കാണ്. പിന്നെ നമുക്ക് ബാക്കിയെല്ലാം അതുപോലൊക്കെ തന്നെയാണ് പോകുന്നത്. ടൈം സീരീസ് കുറെ മുൻപ് പോയിട്ട് ഡിലീറ്റ് ആയി പോയിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിയല്ല, അതായത് മാത്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഒട്ടും അധികം ചേഞ്ച് ഇല്ലാതിരിക്കുന്ന ഒരു ഭാഗം മാത്സും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ്. അതിന്റെ പേര് മാറി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നായി. പക്ഷെ എന്നാൽ പോലും വലിയ ചേഞ്ചസ് ഇല്ല. വളരെ ചെറിയൊരു ചാപ്റ്റർ യൂണിറ്റ് കൂടി എന്നല്ലാതെ, സ്റ്റാറ്റിലൊരു യൂണിറ്റ് കൂടി എന്നല്ലാതെ, അതേപോലെ തന്നെ മുൻപ് വേറെ ടോപ്പിക് കൂടി എന്നല്ലാതെ മാത്സിനകത്ത് വലിയൊരു ചേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക, അതൊരു ഈവൻ പഴയ ക്ലാസ് കേട്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വലിയൊരു പ്രശ്നമില്ലാതെ തന്നെ വരാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഫാക്കൽറ്റീസിനോട് സംസാരിച്ചപ്പോഴും അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. മെയിൻ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്താണ് ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുൻപുണ്ടായിരുന്ന നമുക്കറിയാം ബിസിനസ് എക്കണോമിക്സും അതേപോലെ തന്നെ ബിസിനസ് കൊമേഴ്ഷ്യൽ നോളജ് എന്ന് പറയുന്നതാണ് ഉണ്ടായിരുന്നത്. ബട്ട് ബിസിനസ് കൊമേഴ്ഷ്യൽ നോളജ് കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ ബിസിനസ് കൊമേഴ്ഷ്യൽ നോളജ് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് മാത്രമല്ല, ഇപ്പോൾ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മൈക്രോ എക്കണോമിക്സിന്റെ ഒരു പോർഷനാണ്. അത് ശരിക്കും അതിനകത്ത് ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ഡിലീറ്റഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും അങ്ങനെ മൈക്രോ എക്കണോമിക്സിൽ കൂടുതലായിട്ട് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് മെയിൻ സംഭവം ബിസിനസ് കൊമേഴ്ഷ്യൽ നോളജ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതിൽ ഒരു ചാപ്റ്റർ പോലും ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് സത്യം. പകരം നിങ്ങൾക്ക് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കയറി വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ മുൻപ് ഇന്റർമീഡിയറ്റിൽ ഉണ്ടായിരുന്ന മാക്രോ എക്കണോമിക്സ് ആണ് കൂടുതലായിട്ട് കയറി വന്നിട്ടുള്ളത്. പ്ലസ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വലിയൊരു കംപ്ലീറ്റ്ലി BCക്ക് പോയിട്ട് പകരം എന്ത് വന്നു, മാക്രോ എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ എക്കണോമി വന്നു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു എഡീഷൻ വന്നെന്ന് പറയാൻ പറ്റില്ല. BCക്ക് പകരം ഈ ഒരു ടോപ്പിക് വന്നു, ബട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു എല്ലാ ചാപ്റ്റേഴ്സും തന്നെ BCക്ക് എന്ന് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബിസിനസ് കൊമേഴ്ഷ്യൽ നോളജ് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് പറയാം. പകരം ഈ ഒരു മൈക്രോ എക്കണോമിക്സിന്റെ പോർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ പഴയ സിലബസിൽ ക്ലാസ് കേട്ട കുട്ടികൾ അല്ലെങ്കിൽ പഴയ സിലബസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് ഒരു പുതിയ സിലബസ് ഇപ്പോൾ വരാൻ പോകുന്ന ഫൗണ്ടേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും വളരെ ചുരുക്കിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ആഫ്റ്റർ ഓൾ നിങ്ങൾ ഇതിൽ വല്ലാതെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇതിൽ ഞങ്ങൾ എന്താ പറയുക, ചിലപ്പോൾ എക്സാം എഴുതാൻ കഴിയാതിരുന്ന കുറച്ച് പേരുണ്ട്. അവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇപ്രാവശ്യത്തെ എക്സാമിനേഷൻ ഭയങ്കര സിമ്പിൾ ആയിരുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ സിമ്പിളൊന്നും അല്ല, അവർ എഴുതാതിരിക്കും അവർക്ക് തോന്നുന്നതാണത്. എന്തായാലും എല്ലാ തവണത്തെയും പോലെ തന്നെ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ഒരു സ്റ്റാൻഡേർഡ് ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ അത് എഴുതാൻ പറ്റിയില്ല, അപ്പോൾ ഞങ്ങൾ ഇനി പുതിയ സിലബസിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഫെയിലായി പോകും, എല്ലാവരും പറയുന്നത് ഭയങ്കര ടഫാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് മാത്രമല്ല സിലബസ് ചേഞ്ച് ആവുന്നത്, ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും സിലബസ് ചേഞ്ച് ആവുന്നില്ലേ. എന്നാൽ ഒരു ഫൗണ്ടേഷനും ഒരാളും ജയിക്കാത്ത ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ഉണ്ടാവുകയില്ല. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു.